ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇത് ഈ കാണുന്നത് യൂറോപ്പൊന്നല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. മേഘങ്ങളുടെ ആലയത്ത് മേഘാലയ. അവിടെയാണ് ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? അതിരാവിലെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് ഇതേ ഇങ്ങനെ കസേരയിൽ ഇരുന്ന് നോക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഭൂമിയിൽ സ്വർഗ്ഗം ഇതാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ വിശേഷങ്ങൾ തുടക്കം തൊട്ട് തന്നെ നിങ്ങളിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ओपन बॉर्डर भी था ना कहीं पे, वो यहाँ पे नहीं है। नहीं है, हाँ वो बंद कर दिया। ഞങ്ങൾ ആസാമിലെ ഗുവാഹട്ടിയിൽ നിന്നും മേഘാലയയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയാണ്. ഞങ്ങളിങ്ങനെയാണ് കേട്ടോ, ഒരു ടൂർ പാക്കേജിലെയും ഭാഗമാകാറില്ല. ഇങ്ങനെ ലോക്കൽസിനോട് ഓരോന്ന് ചോദിച്ചാണ് ഞങ്ങൾ ഓരോയിടത്തും പോകാറുള്ളത്. ഇത് ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നോ, ഞങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡ് ആസാമിലും ആ ഡിവൈഡറിന് തൊട്ടപ്പുറമുള്ള മറ്റേ റോഡ് മേഘാലയയുടേതുമാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇവിടെ നമുക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും കാണാൻ പറ്റില്ല. അതായത് ട്രെയിനോ ബസ്സോ ഒന്നും ഇവിടെയില്ല. സ്വകാര്യ വ്യക്തികളുടെ ബസ്സും ഇവിടെയില്ല. നമുക്കൊരു ബസ് കാണണമെങ്കിൽ വല്ല സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ സമീപത്ത് പോയി കോളേജ് ബസ്സോ സ്കൂൾ ബസ്സോ മാത്രം കാണാവുന്നതാണ്. കാരണം ഈ മേഘാലയക്കാർ അഥവാ ഖാസികൾ പൊതുഗതാഗതത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനുള്ള കാരണം ഞാൻ എന്താണെന്ന് പിറകെ പറയാം. മേഘാലയയുടെ ഭാഷ ഖാസിയാണ്. അതുകൊണ്ടാണ് കേരളത്തിലുള്ളവരെ മലയാളികളെന്ന് വിളിക്കുന്ന പോലെ മേഘാലയക്കാരെ ഖാസികളെന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ രീതികളും ഭൂപ്രകൃതിയും കുറച്ച് വ്യത്യാസമാണെങ്കിലും ഇവിടെയുള്ള ഓരോ മരങ്ങളും പൂക്കളും ഇലകളും ചെടികളും എല്ലാം കേരളത്തിലെ അതേപോലെ തന്നെയാണ്. കേരളത്തിൽ നമ്മൾ സാധാരണയായിട്ട് നാട്ടിൻപുറത്ത് കാണാൻ പറ്റുന്ന എല്ലാ ചെടികളും ഇവിടെ തന്നെയുണ്ട്. ചിലപ്പോൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും ഇതുപോലെ തന്നെ ആയിരുന്നിരിക്കാം. മനുഷ്യന്മാരുടെ ഇടപെടൽ കാരണം മാറിയതായിരിക്കാം. ഇത് നോക്കിയേ, അവരെന്ത് സന്തോഷത്തിലാണ്. ഇത് ഇവിടുത്തെ മാത്രം കാഴ്ചയില്ല, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഇവിടെയുള്ള കടകളിൽ മിക്കവാറും സ്ത്രീകളാണ്, 90% സ്ത്രീകളാണ് ഉണ്ടാവാറ്. അപ്പോൾ അവരെന്ത് സന്തോഷത്തിലാണെന്ന്. ഇവൻ ഇറച്ചി വിട്ട് കടയിൽ പോലും സ്ത്രീകളാണ് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ പാട്ട് പാടി സന്തോഷിച്ച് ആസ്വദിച്ച് അവരവരുടെ ജോലി ചെയ്യുന്നു. ഇവൻ ഞങ്ങൾ താമസിച്ച ഹോട്ടലിലാണെങ്കിലും റിസപ്ഷനിസ്റ്റ് തൊട്ട് ഓഫീസ് ബോയ്, കുക്ക്, അങ്ങനെ എല്ലാം സ്ത്രീകൾ തന്നെയാണ്. പേരിന് 1-2 പുരുഷന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ത്രീകളെല്ലാവരും ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടും പാടി ആസ്വദിച്ച് അവർ കുക്ക് ചെയ്യുന്നതും ആസ്വദിച്ചാണ്. ഞങ്ങൾക്ക് റൂമിൽ ഫുഡ് വേണമെങ്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും പാട്ട് പാടിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത്. എല്ലായിടത്തും ഒരു പാട്ടും മയമാണ്. ഇതാണ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് കേട്ടോ. ഇവിടെ റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകൾ പോലും കുട്ടികളെ പിറകെ അവരുടെ സാരിയുടെ പിറകെ അങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് മൂളിപ്പാട്ടും പാടിക്കൊണ്ടാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇത്രയും സന്തോഷമുള്ള ഒരു ജനതയെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും സന്തോഷമുണ്ടാവാനുള്ള കാരണങ്ങൾ, ഞങ്ങൾ കണ്ടുപിടിച്ച ചില കാരണങ്ങളുണ്ട്. അത് ഞങ്ങൾ വഴിയെ പറയാം. ഒരു കാരണം ഈ കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇത്രയും നല്ല കാഴ്ചകൾ കാണുമ്പോൾ ആർക്കാണ് സന്തോഷം വരാതിരിക്കുക? നമുക്ക് പോകുന്ന വഴിമധ്യേ തന്നെ കാർ നിർത്തി കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഉമിയാം ലേക്ക്. വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ലേക്കാണിത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ താമസ സ്ഥലത്ത് ഇരുട്ടുന്നതിന് മുമ്പേ എത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയില്ല. ഇതിപ്പോൾ 2 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ 2 മണി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു 5 മണി 6, നമ്മുടെ നാട്ടിലെ 6 മണിയുടെ ഒരു ഫീല് നമുക്ക് തോന്നും. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തുടർന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യാത്തത്? കാരണം ടൂറിസമാണ് ഇവരുടെ ജീവിതോപാധി. ടൂറിസം കൊണ്ടാണ് ഇവിടെയുള്ള 99% ആൾക്കാരും ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ സൗകര്യങ്ങളൊക്കെ മതി ഇവർക്ക്. ഇവർ പ്രധാനമായും യാത്രയ്ക്ക് കാറ്, സൈക്കിള്, അല്ലെങ്കിൽ ഭൂരിഭാഗവും നടന്ന് എത്താവുന്ന ദൂരത്തൊക്കെ നടന്നിട്ടാണ് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ അതിലൊക്കെ ഹാപ്പിയാണ്. ഇവർക്കതിൽ കൂടുതലൊന്നും വേണ്ട. ഒറ്റ കാര്യം മാത്രം, ടൂറിസ്റ്റുകൾ ഒഴിച്ച് മറ്റാരും ഇവിടേക്ക് വന്നു പോകരുത്. പുറത്തു നിന്നും ആർക്കും ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അഥവാ നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും കാര്യം ചെയ്തേ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കണം. ടൂറിസ്റ്റുകൾ അവരുടെ കാർ യൂസ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത്. ഗവൺമെൻറ് ഒരിക്കൽ പബ്ലിക് ട്രാൻസ്പോർട്ട് തുടങ്ങിയെങ്കിലും
അത് ആരും യൂസ് ചെയ്യാതെ ഗവൺമെൻറ്റിന് തന്നെ അത് നിർത്തേണ്ടി വരികയാണ് ചെയ്തത്. അതുപോലെ റെയിൽവേ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടായപ്പോൾ ഇവരെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇത് നിർത്തലാക്കി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് ഇവർ ഹാപ്പിയാണ്. ഇവർക്ക് ഇതൊക്കെ മതി. ഗ്ലോബലൈസേഷനോ മറ്റു റാറ്റ് റേസുകളോ ഒന്നും ഇവരെ ബാധിച്ചിട്ടില്ല. കാരണം ഇവർക്ക് ചുറ്റുമുള്ളവരൊക്കെ ഇവരെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുറമേ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല. പ്രാഥമിക വിദ്യാഭ്യാസം നേടുക, തനിക്ക് ചുറ്റുമുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ടൂറിസത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി തനിക്ക് വേണ്ട വരുമാനം ഉണ്ടാകും. അല്ലാതെ ഉറക്കമൊളിച്ച് രാവും പകലും കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതി ജീവിതം തീർക്കുന്ന ഒരു ജനത ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്ന ടാസ്ക് ചെയ്യുന്ന ഒരു ജനതയും ഇവിടെ എന്തായാലും ഉണ്ടാവില്ല. വഴിമധ്യേ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണിത്. മേഘാലയം ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടത്തുന്ന ഹോട്ടലാണ്. ഇത് മാത്രമല്ല ഒരുപാട് ഹോട്ടൽ നമുക്ക് കാണാൻ പറ്റും. എവിടെ ചെന്ന് പോയി കഴിഞ്ഞാലും ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, ഒരു കുഞ്ഞു ഹോട്ടലാണെങ്കിൽ പോലും അവിടെ ഭയങ്കര വൃത്തിയാണ്. വൃത്തിയുടെ കാര്യത്തിൽ ഇവർ നമ്പർ 1 ആണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഇരുട്ടി തുടങ്ങി ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ എത്ര സമയമായെന്ന് പറയാമോ? ഇപ്പോൾ ഇന്ത്യൻ സമയം 5 മണിയാണ്. നോക്കി ഇവിടുത്തെ അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ 90% സ്ത്രീകളാണ് കടയിലുള്ളതെന്ന്. ഈ പുരുഷന്മാരൊക്കെ എവിടെ പോയി? ആ കഥകളും ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള മറ്റു കാഴ്ചകളും അടുത്ത എപ്പിസോഡിൽ. അതുവരെ ബൈ.